ആര് നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരത്തിന് വേണ്ടി വരികയാണെങ്കിലും നിങ്ങളേക്കാൾ ചെറിയ പൊസിഷനിലുള്ള ഒരാളെ കണ്ടുമുട്ടുമ്പോഴും നിങ്ങൾ അവരെ തുല്യരായിട്ട് തന്നെ മാനിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു വലിയ ഉദാഹരണമായിരുന്നു സച്ചിദാനന്ദൻ. ആർക്കും അതറിയില്ല. മീശമാധവനിലാണ് സച്ചിയുടെ പേര് ആദ്യമായിട്ട് സിനിമ സ്ക്രീനിൽ വരുന്നത്. അങ്ങനെ ഒരു നിയോഗമുണ്ടായി ആ സിനിമയ്ക്ക്. ഇനി നിങ്ങളെ വിടില്ല, നമുക്കൊരു സിനിമ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സച്ചി ഇപ്പോൾ എന്നേക്കാൾ വലിയ സക്സസ്ഫുൾ ഡയറക്ടറാണ്. എൻ്റെ ഇത്രയും വലിയ ഡയറക്ടറായ നിനക്ക് ഒരു നല്ല തിരക്കഥ കിട്ടിയാൽ അത് നീയല്ലേ ചെയ്യുള്ളൂ, എനിക്ക് തരൂ. ചില ആളുകളെ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയില്ല, വീണ്ടും അവർ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വരും, വീണ്ടും അവർ നമ്മളെക്കാൾ വലിയ ഒരു കസേരയിൽ നമ്മളുടെ മുമ്പിലിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ സിനിമയിലെയും ജീവിതത്തിലെയും ഏറ്റവും വലിയ പാഠം, ആര് നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരത്തിന് വേണ്ടി വരികയാണെങ്കിലും, അല്ലെങ്കിൽ ആര് നിങ്ങളേക്കാൾ ചെറിയ പൊസിഷനിലുള്ള ഒരാളെ കണ്ടുമുട്ടുമ്പോഴും നിങ്ങൾ അവരെ തുല്യരായിട്ട് തന്നെ മാനിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു വലിയ ഉദാഹരണമായിരുന്നു സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സച്ചി കഥാകൃത്തും തിരക്കഥാകൃത്തും സംഭാഷണ രചയിതാവും സംവിധായകനുമായിട്ട് അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമ ചെയ്ത് നമ്മളോട് വിട പറഞ്ഞ് കാലയവനേക്കുള്ളിൽ മറിഞ്ഞ സച്ചിയെ ഞാൻ ആദ്യം കാണുന്നത് മീശമാധവൻ ചെയ്യുന്നതിന് മുൻപാണ്. രണ്ടാം ഭാവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മീശമാധവൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു കാലത്ത് മീശമാധവൻ്റെ നിർമ്മാതാവായ സുബൈറും സുധീഷുമാണ് രണ്ട് വക്കീലന്മാർ നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, ഒരു കഥ പറയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയാണ്. ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആലുവ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പം ഞാൻ അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ട് ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നു. രണ്ടുപേരും അഡ്വക്കേറ്റ്സാണ്. ഒരാളുടെ പേര് സച്ചിദാനന്ദൻ, മറ്റേ ആളുടെ പേര് സേതു മാധവൻ എന്നാണ് തോന്നുന്നു ഫുൾ നെയിം. സച്ചിയും സേതുവും ആണ് ആ രണ്ട് അഡ്വക്കേറ്റ്സ്. അവർ വന്ന് എൻ്റെ അടുത്തൊരു ക്രൈം ത്രില്ലറാണ്. അന്ന് ഇങ്ങനെ ക്രൈം ത്രില്ലറുകളുടെ ഒരു കാലമല്ല, അധികം ക്രൈം ത്രില്ലറുകളെന്നുള്ള കാലമല്ല. അവരുടെ അഭിഭാഷക വൃത്തിക്കിടയിൽ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ അവരെ എഴുതി തുടങ്ങുന്ന ഒരു സമയമാണ്. അവരുടെ ആദ്യത്തെ സ്ക്രിപ്റ്റായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. കുറേ കാര്യങ്ങളിൽ കുറച്ചുകൂടിയും ഒരു എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറേ പ്രശ്നങ്ങൾ ഞാൻ അവരോട് ചർച്ച ചെയ്തു. നിങ്ങളത് വീണ്ടും വർക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ആകുമ്പോഴാണ് അത് എൻ്റെ സിനിമയാവുക എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സജഷൻസൊക്കെ അവരോട് പറഞ്ഞു. പക്ഷെ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല കോമൺ സെൻസ് ഉള്ള ആൾക്കാരായിരുന്നു. സച്ചി പ്രത്യേകിച്ച് സംസാരിക്കുന്നത് വളരെ ആധികാരികമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഈ സിനിമയ്ക്ക് പുറമേ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ആളാണ്. പൊളിറ്റിക്സ്, സാഹിത്യം ഒക്കെ നല്ല അറിവാണ്. നന്നായിട്ട് കവിത ചൊല്ലും. അങ്ങനെ അന്ന് പരിചയപ്പെട്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ പിരിഞ്ഞു. പിന്നീട് മീശമാധവനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സുബൈർ സച്ചിയുമായിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതൊന്നും എനിക്കറിയില്ല. പിന്നീട് മീശമാധവൻ്റെ ടൈറ്റിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് കൊണ്ടുവന്ന കാർഡുകളിൽ ഒരു കാർഡിൽ ലീഗൽ അഡ്വൈസർ സച്ചിദാനന്ദൻ എന്ന് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ആരാണ് ഇയാൾ? അപ്പോൾ അന്ന് കഥ പറയാൻ വന്ന രണ്ട് വക്കീലന്മാരില്ല, അതിലൊരാളാണ് സച്ചിദാനന്ദൻ. സച്ചിയാണ് നമ്മുടെ ലീഗൽ കാര്യങ്ങൾക്കൊക്കെ ഉള്ള അഡ്വൈസസ് ഒക്കെ തന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിട്ട് പ്രസിദ്ധനായ സച്ചിയുടെ പേര് ആദ്യമായിട്ട് സിനിമയിൽ എഴുതി കാണിക്കുന്നത് മീശമാധവനിലാണ്. ആർക്കും അതറിയില്ല. മീശമാധവനിലാണ് സച്ചിയുടെ പേര് ആദ്യമായിട്ട് സിനിമ സ്ക്രീനിൽ വരുന്നത്. അങ്ങനെ ഒരു നിയോഗമുണ്ടായി ആ സിനിമയ്ക്ക്. പിന്നീട് സച്ചി സിനിമയ്ക്ക് കഥയും തിരക്കഥയൊക്കെ എഴുതാൻ തുടങ്ങി. സിനിമാ സർക്കിളിൽ, സൗഹൃദ വലയങ്ങളിൽ പല സ്ഥലത്തും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. പല സ്ഥലത്തും കണ്ടുമുട്ടിയിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ പറയും, ഒരുമിച്ചൊരു സിനിമ ചെയ്യണ്ടേ എന്ന് എപ്പോഴും പറയാറുണ്ട്.
ബിജു മേനോൻ്റെ ഒക്കെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു സച്ചി. ബിജുവിൻ്റെ ഫ്ലാറ്റിലും രഞ്ജിത്തിൻ്റെ ഫ്ലാറ്റിലും ഒക്കെ വെച്ച് ചില സായാഹ്ന കൂടിച്ചേരലുകളിലൊക്കെ സച്ചി ഉണ്ടാവും. സച്ചിയുടെ കവിതാ പാരായണം ഉണ്ടാവും, അല്ലെങ്കിൽ കവിത ചൊല്ലലുണ്ടാവും. എന്നോട് എപ്പോഴും നമ്മൾ തമ്മിൽ സിനിമ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് സാധാരണ അതൊരു അവസരമില്ലാത്ത ഒരാൾ അവസരം ചോദിക്കലല്ല. ഇഷ്ടംപോലെ സിനിമകളും ഇഷ്ടംപോലെ ഹിറ്റ് സിനിമകളും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു തിരക്കഥാകൃത്താണ്. അപ്പോൾ ഞാൻ നമുക്ക് നിങ്ങളൊരു നല്ല ഒരു ഐഡിയ ഉണ്ടാകുമ്പോൾ പറയും, നമുക്ക് ചെയ്യാം എന്ന് പറയുകയും ചെയ്യും. ഞാൻ ഏറ്റവും അവസാനം സച്ചിനെ കണ്ടുമുട്ടുന്നത് ബിജു മേനോൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ്, എറണാകുളത്തെ ബിജു മേനോൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ്. അന്ന് അയ്യപ്പനും കോശിയൊക്കെ റിലീസായി വലിയ വിജയമായി നിൽക്കുന്ന സമയമാണ്. സച്ചി പതിവ് പോലെ എന്നെ കണ്ടപ്പോൾ, ഇനി നിങ്ങളെ വിടില്ല, നമുക്കൊരു സിനിമ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സച്ചി ഇപ്പോൾ എന്നേക്കാൾ വലിയ സക്സസ്ഫുൾ ഡയറക്ടറാണ്. എൻ്റെ ഇത്രയും വലിയ ഡയറക്ടറായ നിനക്ക് ഒരു നല്ല തിരക്കഥ കിട്ടിയാൽ അത് നീയല്ലേ ചെയ്യുള്ളൂ, എനിക്ക് തരുമോ എന്ന് പറഞ്ഞ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം, ഞാൻ എൻ്റെ കയ്യിലുള്ള കഥകൾ മുഴുവൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ ചൂസ് ചെയ്തോ, അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഒരു കഥയുടെ ഒരു നക്ഷൽ പറഞ്ഞു. അത് രസമുള്ള ഒരു സാധനമായിരുന്നു. അതൊരു സംവിധായകനും നായകനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷൊക്കെ ആയിട്ടുള്ളൊരു കഥയായിരുന്നു, രസമുള്ള ഒരു കഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കത് ആലോചിക്കാം. പക്ഷേ ഈ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ വന്ന ഉടനെ ഇനിയിപ്പോൾ ഇങ്ങനൊരു കഥ വരുമ്പോൾ അതിൻ്റെ അതേ പാറ്റേൺ ആണെന്ന് വിചാരിക്കും. കാരണം അത് രണ്ട് സിനിമകളും ഈഗോ ക്ലാഷിൻ്റെ കഥകളാണ്. അതുപോലെ ഇതിപ്പോൾ ഒരു ഫിലിം ഡയറക്ടറും അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സിനിമ വരുമ്പോൾ, അപ്പം അത് ആ രീതിയിലേ ആയിരിക്കില്ല, ആ ഒരു പാറ്റേണേ അല്ല. ഈഗോ ക്ലാഷ് എന്നുള്ള വാക്കേ വേണ്ട. അങ്ങനെ അല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും, രസകരമായി ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ എനിക്കറിയാം, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളൊക്കെ എനിക്കറിയാം. അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഒരു സെമി ബയോപിക്കായിരിക്കും അത്, ബയോപിക്കായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആവേശത്തോടു കൂടി അന്ന് സംസാരിച്ചാണ്. നോക്കാം, ഒന്ന് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫ്രെയിം ആവുമ്പോൾ എന്നോട് പറയൂ എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ തമ്മിൽ അവസാനം കാണുന്നത്. പിന്നീടാണ് അറിയുന്നത്, അതിനുശേഷം സച്ചി ഒരു സർജറിക്ക് വിധേയനായി, അത് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അറിയുന്നത് രണ്ടാമത്തെ സർജറിയുടെ ഇടയിൽ വെച്ചൊരു അറ്റാക്ക് ഉണ്ടായി, തൃശ്ശൂർക്ക് കൊണ്ടുവന്നു. ഞാനും തൃശ്ശൂർ പോയി. സച്ചിയുടെ സുഹൃത്തുക്കളെല്ലാവരും അവിടെ തൃശ്ശൂർ മറ്റൊരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ എല്ലാവരും സച്ചിക്ക് മാറി കാവലിരിക്കുകയായിരുന്നു. ആ ദിവസം ഞാനും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കഴിയുന്ന തരത്തിലുള്ള എക്സ്പേർട്ടൈസ് ഉള്ള ആളുകളെയൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കി. എങ്ങനെയെങ്കിലും സച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി. പക്ഷെ ചിലരങ്ങനെയാണ്, ഒരു കൊള്ളിയാൻ വന്ന് മിന്നിപ്പോകുന്നത് പോലെ പോവും. അതാണ് ചിലരുടെ വിധി. സച്ചി ഒരു സംവിധായകൻ, ഏത് സംവിധായകനും കൊതിക്കുന്ന ഒരു മരണം കിട്ടിയ ആളാണ്. അത് വളരെ നേരത്തെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ പരാതി. ഒരു വലിയ വിജയത്തിന് ശേഷം മരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കാണാറുള്ളൊരു സ്വപ്നം. ഒരു പരാജയത്തിന് ശേഷം മരിക്കുന്നത് സങ്കടമാണ്. അവസാനമായിട്ടൊരു വിജയം കിട്ടാതെ മരിച്ചു പോകുന്നത് ഒരു സങ്കടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ചിക്ക് ആ ഭാഗ്യമുണ്ടായി. ഒരു വലിയ, എക്കാലത്തെയും വലിയ ഒരു ഹിറ്റ് സിനിമ, ക്രിട്ടിക്കലിയും അക്ലൈംഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്ത് ആളുകളുടെ സ്നേഹം ലഭിച്ച് നിൽക്കുന്ന സമയത്താണ് ആ വിയോഗം ഉണ്ടായത്. തീർച്ചയായിട്ടും വളരെ നേരത്തെ അത് സംഭവിച്ചു എന്നുള്ളതിൽ ദുഃഖവും ഖേദവും ഉണ്ട്. പക്ഷെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു ഗംഭീര ഫെയർവെല്ലായിരുന്നു സച്ചിക്ക് കിട്ടിയത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതത്തിൻ്റെ കരിയറിൻ്റെ തുടക്കവും അവരുടെ വളർച്ചയും അവരുടെ അവസാനവും കാണാനുള്ള ഒരു വിധി ഉണ്ടായി എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. സച്ചിയെ പോലെ തന്നെ പല ആളുകളും, ഇപ്പോൾ നടൻ മുരളിയേട്ടൻ ചെറിയ റോളുകളിൽ അഭിനയിക്കുന്ന കാലത്ത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സിനിമയിലുണ്ട്. അദ്ദേഹം വില്ലനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഞാനുണ്ട്. ഞാൻ സിനിമയിൽ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം
നായകനായിട്ട് വലിയ സംവിധായകരുടെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തുണ്ട്. വീണ്ടും ക്യാരക്ടർ നടനായിട്ട് സിനിമകളിൽ അഭിനയിക്കുന്ന കാലത്ത് നമ്മളുണ്ട്. അദ്ദേഹം നമ്മളെ വിട്ട് പോകുമ്പോഴും നമ്മളിത് നോക്കി നിൽക്കുന്നുണ്ട്. ഒരാളുടെ ജീവിതം നമ്മളുടെ മുമ്പിലൂടെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഗ്രാഫ് നമുക്ക് മാറിയെന്ന് കാണേണ്ടി വന്നു. സച്ചിയുടെ ജീവിതം അങ്ങനെയാണ്. സച്ചി സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ സംവിധായകനായിട്ട് പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നിന്ന് വിടവാങ്ങുന്നത് വരെയുള്ളൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം തൊട്ടടുത്ത് നിന്ന് എന്നാൽ മാറി നിന്ന് കാണാനുള്ള ഒരു യോഗം എനിക്കുണ്ടായി. കഥാന്ത്യത്തിൽ കലങ്ങിത്തെളിയണം, നായകൻ വില്ലൊടിക്കണം, കണ്ണീര് നീങ്ങി കളിച്ചിരിയിലാവണം ശുഭം, കയ്യടി പുറകെ വരണം. എന്തിനാണ് ഒരു ചോദ്യമോ ദുഃഖമോ ബാക്കി വയ്ക്കുന്നത്? തിരശ്ശീലയിൽ നമുക്ക് ഈ കൺകെട്ടും കാർണിവലും മതി.